ഹായ് വിവേഴ്സ്, രേഖ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ബ്ലൗസ് കട്ടിംഗ് ആണ് കാണിക്കുന്നത്. 44 ഇഞ്ച് ചെസ്റ്റ് വണ്ണമുള്ള ഒരു ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. 44 ഇഞ്ച് ചെസ്റ്റ് വണ്ണം എന്ന് പറയുമ്പോൾ അത് ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള വണ്ണമല്ല, അളവ് ബ്ലൗസിൽ നിന്നും കിട്ടിയ വണ്ണമാണ് 44 ഇഞ്ച്. അളവ് ബ്ലൗസിനകത്ത് എങ്ങനെയാണോ ബാക്കി ഭാഗങ്ങളെല്ലാം അളവ് വന്നിട്ടുള്ളത് അതനുസരിച്ചായിരിക്കും കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും 44 ഇഞ്ച് വണ്ണമുള്ള ബ്ലൗസ് കട്ട് ചെയ്യാൻ ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് എളുപ്പത്തിന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക, എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടും അത് മനസ്സിലാവുകയുള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് ബ്ലൗസിൻ്റെ നെഞ്ചുവണ്ണം എങ്ങനെയാണ് എടുക്കുന്നത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ആ രീതിയിൽ ടാപ്പ് വെച്ച് ആദ്യം നെഞ്ചുവണ്ണം എത്രയാണ് അളവ് ബ്ലൗസിലുള്ളതെന്ന് നമ്മൾ കണക്കാക്കണം. ഇതുപോലെ ടാപ്പ് പിടിച്ച് ഇങ്ങനെയാണ് നെഞ്ചുവണ്ണം കണക്കാക്കേണ്ടത്. ഒരു അളവ് ബ്ലൗസ് നല്ല കറക്റ്റിനുള്ള ഒരു അളവ് ബ്ലൗസ് കയ്യിലെടുത്തിട്ട് ഇതുപോലെ ആദ്യം ബ്ലൗസിൻ്റെ നെഞ്ചുവണ്ണം എത്രയുണ്ടെന്ന് കണക്കാക്കുക. ഇതിപ്പോൾ 44 ഇഞ്ച് വണ്ണമുണ്ട്, കണ്ടല്ലോ. 44 ഇഞ്ച് വണ്ണമാണ് ഈ ബ്ലൗസിനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം 1 മീറ്റർ തുണി, ഫുൾ ഓയിൽ ബ്ലൗസിൻ്റെ പീസാണ്. 1 മീറ്റർ ഉണ്ട് ഇത്. 1 മീറ്റർ തുണി എന്തായാലും ഒരു ബ്ലൗസ് തയ്ക്കാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. 1 മീറ്ററിൽ കുറവ് തുണിയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വെട്ടിയെടുക്കാനായിട്ട്. അതുകൊണ്ട് 1 മീറ്റർ തുണി തന്നെ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. ആദ്യം നമ്മൾ അളവ് ബ്ലൗസിൽ നിന്നും ചെസ്റ്റ് വണ്ണമാണ് കണക്കാക്കേണ്ടത്. ചെസ്റ്റ് വണ്ണം 44 ഇഞ്ച് ചെസ്റ്റ് വണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ 44ൻ്റെ 4 എന്ന് പറയുമ്പോൾ 11 ഇഞ്ച്. 11 ഇഞ്ച് പ്ലസ് 1 തയ്യൽ തുമ്പ്. അങ്ങനെയാണ് നമുക്ക് അപ്പോൾ 11 പ്ലസ് 1 12 ഇഞ്ച് വീതിയിൽ വേണം നമ്മൾ ബ്ലൗസ് വെട്ടാനായിട്ട് മടക്കിയിടാൻ. അപ്പോൾ ഞാനിപ്പോൾ മടക്കി ഇട്ടിട്ടുണ്ട് 12 ഇഞ്ച്. 12 ഇഞ്ച് വണ്ണത്തിൽ ഞാൻ ഫുള്ളായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. താഴ്ഭാഗം മുതൽ ഇത് അറ്റം വരെ ഞാൻ ഒരേ രീതിക്ക് മടക്കിയിട്ടിട്ടുണ്ട്. 12 ഇഞ്ച് വണ്ണത്തിൽ മടക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടാണ് നമ്മൾ ആദ്യം അടയാളപ്പെടുത്തുന്നത്. രണ്ടും ഒരുമിച്ചാണ് അടയാളപ്പെടുത്തുന്നത് എങ്കിലും ആദ്യം ബാക്ക് പാർട്ട് അടയാളപ്പെടുത്തിയതിന് ശേഷമാണ് ഫ്രണ്ട് പാർട്ട് വെട്ടിയെടുക്കുന്നത്. ഒരുമിച്ചാണ് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്നും താഴേക്ക് ബാക്ക് ഇറക്കം എത്രയാണ് ഉള്ളതെന്ന് നോക്കുക. അപ്പോൾ 14.5 ഇഞ്ച് ബാക്ക് ഇറക്കമുണ്ട്. അപ്പോൾ 14 പ്ലസ് 1 തയ്യൽ തുമ്പിന് 1 ഇഞ്ചും കൂടി ചേർത്ത് 14യും 1ഉം 15.5 ഇഞ്ച് ഇറക്കം ഇടണം. ബാക്ക് ഇറക്കം 15.5 ഇങ്ങനെ രണ്ട് സൈഡിലും അടയാളപ്പെടുത്തിയതിന് ശേഷം ചേർക്കുക. ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക, ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കഴുത്തകലം നോർമലായിട്ട് ഒരു വയസ്സായെന്ന് പറയുമ്പോൾ ഒരു 10-60 വയസ്സൊക്കെ ഉള്ളൊരു മാമിയുടെ ബ്ലൗസാണ്. അപ്പോൾ അതുകൊണ്ട് കഴുത്തകലവും ഒക്കെ കുറേശ്ശെ മതി ഇതിന്. അതുകൊണ്ട് നമുക്ക് 2 ഇഞ്ച് കഴുത്തകലം ആണ് ഞാൻ കൊടുക്കുന്നത്. ആ പ്രായത്തിലുള്ള ആൾക്കാർക്ക് 2 ഇഞ്ച് കഴുത്തകലത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. 2 ഇഞ്ച് കഴുത്തകലം. ഇത് ചെറുപ്പക്കാർക്കൊക്കെ ആണെങ്കിൽ, കൊച്ചു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ കഴുത്ത് കുറച്ച് വൈഡായിട്ടൊക്കെ വരണമെന്നുണ്ടെങ്കിൽ 2.5, 3 ഒക്കെ ഇട്ട് കൊടുക്കും. ഇത് സാധാരണ നമുക്ക് വലിയ ഫാഷനും ഒന്നും ഇല്ലാത്ത ബ്ലൗസ് ആണെങ്കിൽ നമുക്ക് നോർമലായിട്ട് 2 ഇഞ്ച് തന്നെ ധൈര്യമായിട്ടും കൊടുക്കാൻ പറ്റും, ഒരു കുഴപ്പവും ഇല്ല. അതുപോലെ 2 ഇഞ്ച് ഞാൻ അകലം കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം എത്രയാണെന്ന് അളവ് ബ്ലൗസ് വെച്ചിട്ട് നോക്കണം. അളവ് ബ്ലൗസ് എങ്ങനെയാണ് വയ്ക്കേണ്ടതെന്ന് കാണിച്ചു തരാം. മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടതിലും കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഷോൾഡർ 2 സൈഡിലും ഷോൾഡർ ഇങ്ങനെ ഒരുമിച്ച് പിടിച്ചിട്ട് അതുപോലെ ഇങ്ങനെ പിടിക്കുക. താഴ്ഭാഗത്ത് ഇങ്ങനെ പിടിക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള പൊസിഷൻ കിട്ടും. എന്നിട്ട് ആ ഷോൾഡർ നമ്മൾ കഴുത്തകലം അടയാളപ്പെടുത്തിയത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ആ ഷോൾഡർ കറക്റ്റ് ആ കഴുത്തകലം അടയാളപ്പെടുത്തിയെടുത്ത് തന്നെ ഇങ്ങനെ വയ്ക്കുക. വച്ചിട്ട് കണ്ടല്ലോ, ഇവിടെയാണ് കഴുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മാർക്കിങ് കൊടുക്കാം. തയ്യൽ തുമ്പ് ഒന്നും കൊടുക്കണ്ട, കറക്റ്റിന് അങ്ങനെ തന്നെ വരച്ചെടുത്താൽ മതി. തയ്ച്ച് വരുമ്പോഴത്തേക്ക് മുകളിലത്തെ തയ്യൽ തുമ്പ് ഒക്കെ പോകുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അതുപോലെ ബാക്ക് കഴുത്ത്
എത്ര അറിയാത്തവർക്കും ഇതുപോലെ ചെയ്ത് ബ്ലൗസ് തയ്ക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അളവ് കൃത്യമായിട്ടുള്ള ബ്ലൗസിൽ അതുപോലെ അളവ് ബ്ലൗസിൽ എങ്ങനെയാണ് ഉള്ളത് അതൊന്ന് ശ്രദ്ധിച്ചോളണമെന്നേ ഉള്ളൂ. അതുപോലെ ചെയ്താൽ മതി. ഇത് ഷോൾഡർ ഞാനിങ്ങനെ കറക്റ്റ് അളവിന് ഷോൾഡർ കൊടുക്കാറില്ല. ഒരു 4.5 ഇഞ്ച് ഷോൾഡർ നോർമലായിട്ട് ഫ്രണ്ടിനും ബാക്കിനുമായിട്ട് ഞാൻ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് ഞാൻ അത് കറക്റ്റ് ചെയ്യുന്നത്. കൈക്കുഴി ഒരു 3.5 ഇഞ്ച്. അത് ചില ആൾക്കാർക്ക് വണ്ണം കൂടുതലുണ്ടെങ്കിലും വണ്ണം കുറവായിരിക്കും. അപ്പോൾ കൈക്കുഴി കുറച്ചേ നമുക്ക് വേണ്ടി വരുള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെഷർമെൻറ്റ് അനുസരിച്ച് നമ്മളങ്ങനെ ഷോൾഡറിൻ്റെ വീതി അനുസരിച്ചൊക്കെ കൈക്കുഴി കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടൂല. ചില ഓരോരുത്തരുടെ ബോഡി അനുസരിച്ചാണ് കൈക്കുഴിയൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ചെറിയ രീതിയിലൊരു അളവ് ഞാനിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെങ്ങനെ 3 ഇഞ്ച്. അപ്പം ഫ്രണ്ടിലും കൈക്കുഴി 3 ഇഞ്ച് തന്നെ കൊടുക്കും. ഇതെല്ലാം കറക്റ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ മെഷർമെൻ്റ് അല്ല, സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ബ്ലൗസ് വെച്ച് അളന്ന് നോക്കിയതിന് ശേഷം എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് വെച്ച് വെട്ടി കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും കൈക്കുഴി ഇതാ ഒരുപോലെ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് ഫ്രണ്ട് കഴുത്തും ഏതെങ്കിലും ഒരു സൈഡ് എടുത്തിട്ട് അതുപോലെ ഷോൾഡർ നമ്മൾ അടയാളപ്പെടുത്തി ആ ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് എത്രയാണോ കാണുന്നത് അതുപോലെ ആ ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നിങ്ങളെല്ലാവരും തയ്ച്ച് നോക്കണം. ഇങ്ങനെ വെച്ച് തയ്ച്ച് നോക്കിയിട്ട് പറയുക. ഇതുപോലെ ഫ്രണ്ട് കഴുത്തും അടയാളപ്പെടുത്തുക. ഫ്രണ്ട് കഴുത്ത് അടയാളപ്പെടുത്തുമ്പോഴത്തേക്ക് ഇതാ കുറച്ചൊന്ന് ഒരു അര ഇഞ്ച് 1 ഇഞ്ചോ കയറ്റി മാർക്ക് ചെയ്യണം. ബാക്ക് കഴുത്ത് പ്രശ്നമല്ല. ഫ്രണ്ട് കഴുത്ത് ഞാൻ കുറച്ചൊന്ന് കയറ്റി മാർക്ക് ചെയ്ത് പോകും. അപ്പോൾ ഇത് ലാസ്റ്റിട്ട് നമ്മൾ ബോഡി അടിച്ചതിന് ശേഷം കഴുത്ത് കറക്റ്റ് ചെയ്യുന്ന സമയത്ത് നോക്കും. ഇത് അളവ് ബ്ലൗസ് വെച്ച് ഒന്നും കൂടി നോക്കി കറക്റ്റ് ചെയ്ത് കറക്റ്റിന് വെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ അടയാളപ്പെടുത്തിയാൽ മതി. ഫ്രണ്ട് പാർട്ടിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തണം. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ ഇറക്കം അടയാളപ്പെടുത്താൻ വേണ്ടി ഇതാ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ പട്ട അടിച്ചിട്ടില്ലേ, ഫ്രണ്ട് പട്ട വീതിയുള്ള പട്ട അടിച്ചിരിക്കുന്ന ഭാഗം വരെ എത്ര ഉണ്ടെന്ന് നോക്കുക. 12.5 നല്ല വലിച്ചാണ് പിടിച്ചിട്ടുള്ളത്. 12 എടുത്താൽ മതി. നല്ല വലിച്ചപ്പോഴാണ് 12.5 വേണം. അങ്ങനെ അങ്ങ് വലിക്കണ്ട. ഇത് വലിക്കുന്തോറും വലിഞ്ഞ് വരും ഫ്രണ്ട് പാട്ടാവുകൊണ്ട്. 12 ഇഞ്ച് വന്നിട്ടുണ്ട്. കണ്ടല്ലേ, ഇവിടെ വരെ 12 ഇഞ്ച്. അപ്പോൾ ആ 12 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ചേർത്ത് 13 ഇഞ്ച് നമ്മളാദ്യം ഈ ഫ്രണ്ട് പട്ട വരെ അടയാളപ്പെടുത്തി കൊടുക്കണം. 13 ഈ സൈഡിലും 13 മാർക്ക് ചെയ്ത് അങ്ങനെ ഒഴിപ്പിച്ച് കൊടുക്കാം. ഫ്രണ്ടിൽ നമുക്ക് കുറച്ചൊന്ന് കർവ് ചെയ്ത് വരയ്ക്കണമല്ല. ഫ്രണ്ട് ഈ പാട്ട് കുറച്ച് കൂടുതലും ആ പാട്ട് കുറച്ചും ആണ് കർവ് ചെയ്ത് വരയ്ക്കുന്നത്. ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ചും ഇവിടെ 1 ഇഞ്ചും ഇങ്ങനെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു ഷേപ്പ് ഇങ്ങനെ കൊടുക്കുക. ഫ്രണ്ടിലെ പട്ട എത്രയുണ്ടെന്ന് നമുക്ക് അളന്ന് നോക്കാം. എന്താ ഇവിടെ മുതൽ ഇതുവരെ 3 ഇഞ്ച്. അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 4 ഇഞ്ച്. ഇവിടെ 4 ഇഞ്ച്, 3.5 ഇഞ്ച്. സൈഡിൽ 2 ഇഞ്ച്. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട് പാർട്ട്. തയ്യൽ തുമ്പും കൂടി ചേർത്താണ് ഈ ഭാഗം അടയാളപ്പെടുത്തിയിട്ടുള്ളത്. വെട്ടിയെടുക്കാം. ആദ്യം കഴുത്ത് മുതലാണ് വെട്ടേണ്ടത്. കഴുത്ത് ഒരുപോലെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ അങ്ങ് വെട്ടിയെടുക്കാം. ഇങ്ങനെ വെട്ടി ഈ പീസുകളൊക്കെ നമുക്ക് ഊക്കുവട്ടയ്ക്കും അയ്പട്ടയ്ക്കും ഒക്കെ ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെ വെട്ടിയെടുക്കണം.